ചേലക്കരയിൽ അവസാന ലാപ്പിലാണ്. സ്ഥാനാർത്ഥികളെല്ലാം ഓടി തളർന്നോ എന്നറിയില്ല. എന്തായാലും ഓരോ വോട്ട് ഉറപ്പിക്കാൻ ഇനി വളരെ കുറച്ച് സമയമുള്ളൂ. നാളെ കൊട്ടിക്കലാശമാണ്. എന്തായാലും ഇന്ന് ഓടി പരമാവധി എല്ലാവരെയും കണ്ടെത്തി ഓരോ വോട്ടും കീശയിലാക്കുക എന്ന ശ്രമവുമായി ഓട്ടം തുടരുന്നു. നമുക്കൊപ്പം രമ്യ ഹരിദാസ് ഉണ്ട്. എങ്ങനെയുണ്ട്? ക്ഷീണിച്ചോ? ഒരിക്കലുമില്ല. കാരണം എന്നേക്കാൾ കഠിനാധ്വാനവും രാവിലെയും പകലോ വ്യത്യാസവും ഇല്ലാതെ വീടുകൾ കയറിക്കൊണ്ടിരിക്കുന്ന സഹപ്രവർത്തകരുണ്ട്. അവർ പോലും തളരുന്നില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത. എല്ലാവരും വലിയ രീതിയിൽ ഞങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായി വീടിന് ഉമ്മറത്തേക്ക് ഗേറ്റിനടുത്ത് റോഡരികിലേക്ക് വരുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഈ സമീപകാലത്ത് ഉണ്ടാകാത്ത രീതിയിലുള്ള വളരെ വേഗത്തിലുള്ള പ്രവർത്തനം UDF നടത്തിയിട്ടുണ്ട്. അത് നമുക്ക് പൊതുവെ മണ്ഡലത്തിൽ മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ ഗുണം എത്ര ഭൂരിപക്ഷത്തിൽ പ്രതിഫലിക്കുന്നതാണ് കരുതുന്നത്? കാരണം UDFൻ്റെ നേതൃത്വവും അതേപോലെ തന്നെ KPCC AICC തലം മുതൽ ഇങ്ങോട്ടുള്ള നേരിട്ട് നടത്തുന്ന മോണിറ്ററിംഗ് സംവിധാനത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ തുടക്കം മുതലേ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ചേലക്കര നിയോജക മണ്ഡലത്തിൽ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് കോൺഗ്രസിനോടൊപ്പം വരണം, അത് UDFനൊപ്പം വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു മാറ്റത്തിലേക്ക് ചേലക്കരക്കാർ തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഈ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന പാലക്കാടാണ്. കാരണം വിവാദങ്ങൾ ഇങ്ങനെ ഒന്നൊഴിയാതെ വന്നുകൊണ്ടിരിക്കുന്ന അവസാനം ട്രോളി ബാഗ്. ഇപ്പോൾ സരിനാണെങ്കിൽ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന സരിൻ്റെ പഞ്ചായത്ത് കൂടിയാണ്, തിരുവല്ലാ പഞ്ചായത്താണ്. അപ്പോൾ പാലക്കാട്ടെ കാറ്റ് ചെറുതായിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നു തോന്നുന്നുണ്ടോ? അതോ വേറെ ഒരു രാജ്യവും ചേലക്കര വേറൊരു രാജ്യമാണോ? ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ മാതൃഭൂമിയുടെ ചർച്ചകളും അല്ലെങ്കിൽ മറ്റ് ഡിബേറ്റുകളും എല്ലാം നല്ല കൃത്യതയോടുകൂടി വിലയിരുത്താനും ചായക്കടയിൽ പോലും നന്നായിട്ട് അത്യാവശ്യം രാഷ്ട്രീയ വിശകലനം നടത്തുകയും ചെയ്യുന്ന അവരിതെല്ലാം നോക്കിക്കാണുന്നുണ്ട്. ആരാണ് രമ്യ ഹരിദാസ്, എങ്ങനെയാണ് ഇപ്പം പാലക്കാട്ടിലെ വിഷയങ്ങളൊക്കെ അവർ നോക്കിക്കാണുന്നുണ്ട്. കാരണം വരും നാളുകളിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരണം. അതെന്തിനു വേണ്ടിയിട്ടാണ്? കുടുംബത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടല്ല. ഉമ്മൻചാണ്ടിയെപ്പോലെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. അവർ പറയുന്നു, ജനക്ഷേമ പദ്ധതികൾ തയ്യാറാക്കണമെങ്കിൽ കോൺഗ്രസിനെ സാധിക്കൂ, UDFനെ സാധിക്കൂ. ചരിത്രപരമായ മാറ്റമാണോ ചേലക്കര മണ്ഡലത്തെ കാത്തിരിക്കുന്നത്? സ്ഥാനാർത്ഥിയുടെ മുഖത്തുള്ള ഈ ചിരി അത് അടുത്ത ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് അന്ന് കൂടുതൽ സന്തോഷത്തിലേക്ക് പോകുമെന്നൊക്കെ നമുക്ക് കാത്തിരിക്കാം. എന്തായാലും മത്സരം കടുപ്പമുള്ളതാണ്, ഒരു സംശയവുമില്ല.